നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എക്സാമുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. 2024 അതായത് ഈ വർഷം മാർച്ചിൽ നടന്ന +1 പരീക്ഷയുടെ കേരള ഗവൺമെൻറ് +1 പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റെഗുലർ വിദ്യാർത്ഥികൾക്കും അതുപോലെ ഓപ്പൺ സ്കൂളിൽ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ അവരുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിങ്ങളതെടുത്ത് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ അത് സൈറ്റിലേക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഗൂഗിളിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ക്രോമിലോ ഗൂഗിളിലോ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പേജാണ് വരിക. റോൾ നമ്പർ അവിടെ അതിനടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുണ്ട്. റോൾ നമ്പർ ടൈപ്പ് ചെയ്യുക. റോൾ നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ ഹാൾ ടിക്കറ്റിലുള്ള രജിസ്റ്റർ നമ്പർ ആണ്. ആ രജിസ്റ്റർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക, റോൾ നമ്പർ എന്നുള്ളിടത്ത്. അതുപോലെ തന്നെ DOB ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, അതുപോലെ തന്നെ വർഷം കൃത്യമായിട്ട് കൊടുക്കുക. അതായത് നിങ്ങൾ ജനിച്ച ദിവസം, മാസം, വർഷം കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം, ഒരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് പേജ് പുതുതായിട്ട് തെളിഞ്ഞു വരുന്നതായിരിക്കും. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫർദർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ റിസൾട്ടിൽ നിങ്ങൾ ഏതെങ്കിലും പേപ്പറിൽ പരാജയപ്പെടുകയോ, അതായത് 24 മാർക്ക് കിട്ടാതിരിക്കുകയോ, അല്ലെങ്കിൽ 18 മാർക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ഉള്ളവർക്കാണെങ്കിൽ 18 മാർക്കും പ്രാക്ടിക്കൽ അല്ലാത്ത വിഷയങ്ങൾക്ക് 24 മാർക്കും മിനിമം നേടാൻ കഴിയാതെ വന്നിട്ടുള്ളവർക്കോ, അല്ലെങ്കിൽ അതിന് D+ എന്ന് പറയും, D+ നേടാൻ കഴിയാത്തവർക്കോ, അതുമല്ലെങ്കിൽ പിന്നെ നമ്മളുടെ മാർക്ക് കുറഞ്ഞു പോയതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഹയർ മാർക്ക്, നിങ്ങൾ ഉയർന്ന മാർക്ക് പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാത്തവർക്കോ ഒക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വീണ്ടും പരീക്ഷ എഴുതാവുന്നതാണ്. +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം മുതൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് പരീക്ഷ, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ നടത്തുന്നില്ല. അത് പ്രത്യേകം ഗവൺമെൻറ് മുൻപേ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് +1 പരാജിതരായിട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞവർക്ക് അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് +1 പരീക്ഷ മാർച്ചിൽ 2025 മാർച്ചിൽ +2 പരീക്ഷയോട് ഒപ്പമാണ് ഉണ്ടാവുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മാർക്ക് കുറഞ്ഞവർക്കും വിജയാശംസകളുണ്ട്. മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ജയിക്കാതിരിക്കുന്നില്ല. സെക്കൻഡ് ഇയർ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.